സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഇതൊരു മനുഷ്യക്കുഞ്ഞായിരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന്റെ മനസാക്ഷിയിൽ ആഴമുള്ള മുറിവായി മാറിയിരിക്കുന്നു. ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ക്രൂരമായി ഒരു പിഞ്ചു കുഞ്ഞ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ചേരി പ്രദേശത്തോ അപരിഷ്കൃത മേഖലയിലോ അല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ശിശുവിൻ്റെ മരണം. കേരളം മുഴുവൻ ഉത്തരവാദികളാണ് ഈ മരണത്തിൽ. കഴിഞ്ഞ കാലങ്ങളിൽ സമാനമായ സാഹചര്യങ്ങളിൽ നിഷ്കരണം കൊല്ലപ്പെട്ട എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കാര്യത്തിലും അബദ്ധത്തിലോ ചതിയിൽപ്പെട്ടോ ഗർഭിണികളാവുന്ന പെൺകുട്ടികളുടെ എണ്ണവും ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളുടെ എണ്ണവും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് കല്ലുവാതിൽക്കൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നവജാത ശിശു മരണപ്പെട്ടതും തിരുവനന്തപുരത്ത് പോത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും കൊച്ചിയിൽ 17 വയസ്സുകാരി പ്രസവിച്ച കുഞ്ഞിനെ ഹോസ്പിറ്റലിൻ്റെ ടോയ്ലറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും പഴയ കഥയല്ല. ഉപേക്ഷിച്ച നിലയിൽ തിരുവല്ല കവിയൂരിൽ ഒരു പുരയിടത്തിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം നടന്നതാണ്. ഇന്ന് പനമ്പള്ളി നഗറിൽ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ മാതാവ് ഗർഭിണിയായിരുന്ന വിവരം അവളുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സമാനമായ മറ്റൊരു സംഭവം മുൻപ് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാസർഗോഡ് ചെടേക്കാലിൽ പ്രസവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ തന്നെ ഫോൺ കേബിൾ കഴുത്തിൽ കുരുക്കി കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നു. മറ്റൊരു സംഭവം ഇടുക്കി മുരിക്കാശ്ശേരിയിലാണ്. 23-കാരിയായ അമ്മ പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ മേൽപ്പറഞ്ഞ വിരലിലെണ്ണാവുന്ന വാർത്തകളിൽ ഒതുങ്ങുന്നില്ല. പ്രസവത്തോടെ മരിച്ചു എന്ന പേരിലും ആരും അറിയാതെ പോയതിനാലും വാർത്തകളാകാതെ പോകുന്ന സംഭവങ്ങൾ ഇതിലും എത്രയോ അധികമായിരിക്കാം. അതിൻ്റെ 100 ഗർഭാവസ്ഥയിൽ തന്നെ പല ഘട്ടങ്ങളിലായി കൊല്ലപ്പെടുന്ന കുട്ടികളുമുണ്ട്. ഗർഭത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ രഹസ്യമായി ഗർഭഛിദ്രം നടത്താൻ നിയമം അനുമതിയും നിരുപാധിക പിന്തുണയും നൽകുന്നു. അത്തരം സാധ്യതകളുടെ ദുരുപയോഗം ആയിരക്കണക്കിന് ഗർഭസ്ഥ ശിശുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് നിശ്ചയം. ജനിച്ച ശേഷം മാത്രം കുഞ്ഞു കൊല്ലപ്പെട്ടതിനാലാണ് ഇപ്പോൾ കൊച്ചിയിലും മുൻപ് കേരളത്തിൽ മറ്റു പലയിടങ്ങളിലും നടന്ന ശിശുഹത്യകൾ വലിയ വാർത്തകളും വിവാദങ്ങളും ആയിട്ടുള്ളത്. ജനനത്തിനു മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം പോലും ഗർഭാവസ്ഥയിൽ കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് പലപ്പോഴും വാർത്തയാകാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന മുദ്രാവാക്യം നിയമത്തെയും കോടതിയെയും മനസാക്ഷിയെപ്പോലും വരുതിയിലാക്കിയിരിക്കുന്ന പരിമിതമായ സാഹചര്യം. ഗർഭാവസ്ഥയിൽ ആയിരിക്കുമ്പോഴും പ്രസവിച്ച ശേഷവും മനുഷ്യക്കുഞ്ഞ് തന്നെയാണ്. ഏതവസ്ഥയിലും മനുഷ്യജീവൻ വിലമതിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും വേണമെന്നത് എക്കാലത്തെയും കത്തോലിക്ക സഭയുടെ നിലപാടാണ്. അക്കാരണത്താലാണ് കേരളത്തിലും ലോകമെമ്പാടും കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ജീവസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും അധികം ഊർജവും സമ്പത്തും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സന്യാസ സമൂഹങ്ങളുടെയും രൂപതകളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 100 കണക്കിന് അനാഥാലയങ്ങളാണുള്ളത്. എല്ലാ ജില്ലകളിലും സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അഡോപ്ഷൻ സെൻ്ററുകൾ ഭൂരിഭാഗവും കത്തോലിക്ക സന്യസ്തരാണ് നോക്കി നടത്തുന്നത്. അവിവാഹിതരായ അമ്മമാരെ പ്രത്യേകം പരിപാലിക്കാൻ ശ്രദ്ധിക്കുന്ന സ്ഥാപനങ്ങളും കേരളത്തിലുടനീളമുണ്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഈ ഭൂമിയിൽ ജീവിച്ച് വളരുവാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ മുഖ്യ ലക്ഷ്യം. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.